കശ്മീരിലെ പഹൽഗാമിൽ നടന്നിട്ടുള്ള ആ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ ആ ഒരു കാര്യത്തിൽ നിന്ന് ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും മുക്തരായിട്ടില്ല. നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ പോയതിന് പകരമായിട്ട് ഇന്ത്യ എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് കൃത്യമായിട്ട് പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുന്നത് എന്ന് നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും, ഇന്ത്യക്കാരെന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു തരത്തിലും ഇവന്മാർ തന്നെ ഭീകരവാദികൾ അവിടെ തൊടുത്തുവിട്ട ചില അസ്ത്രങ്ങളുണ്ട്. അതായത് മതം വെച്ചുള്ള കുറേയധികം കളികൾ. ആ മതം വെച്ച് കൃത്യമായിട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള പല ആൾക്കാരും മതമല്ല നോക്കിക്കാണേണ്ട ഇന്ത്യ എന്ന ബോധത്തെയാണെന്ന് പറയുന്ന സമയത്ത് ഇതുപോലെയുള്ള കൊടും വിഷങ്ങൾ വീണ്ടും വീണ്ടും വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സനോഭർ അല്ലെങ്കിൽ ഈ സനൂഫ് എന്ന് പറയുന്ന ഇവനെപ്പോലുള്ള ആൾക്കാർ, ഇവന്മാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ശത്രുക്കളെക്കാളും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത്. ഇന്ത്യക്കകത്തല്ല, കശ്മീരി അല്ല ഇതെന്ന് പറയുന്നത്. ഇതൊരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ് ഇത്തരത്തിലൊരു കാര്യം പടച്ചുവിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ആ ആക്രമണത്തിൽ മരണപ്പെട്ടുപോയ മലയാളിയായിട്ടുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൾ കഴിഞ്ഞ ദിവസം കൊടുത്ത ആ ഒരു വീഡിയോ അല്ലെങ്കിൽ അവർ അനുഭവിച്ച ആ ഒരു അനുഭവത്തെ വിവരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും മൂക്കത്ത് വിരൽ വെച്ച് അല്ലെങ്കിൽ അത്രയും ധീരയായ പെൺകുട്ടി എന്ന് വാഴ്ത്തിയതാണ് ആരതി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ. കാരണം കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് അവർ അത്രയും ഭീകരവാദികളുടെ അടുത്ത് നിന്ന് ഓടിപ്പോയ സന്ദർഭത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് അത്രയും ഭയാനകമായിട്ടുള്ള കാര്യങ്ങളെ നേരിട്ടിട്ട് ഇത്രയും ധീരമായി സംസാരിക്കുന്ന ആ പെൺകുട്ടിയെ ഒരുപാട് പേര് വാഴ്ത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് താഴെ അതിൻ്റെ ആ ഒരു വീഡിയോ ഏഷ്യാനെറ്റ് ന്യൂസ് ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് താഴെയാണ് ഈ മലയാളി വന്നിട്ട് ഇത്തരത്തിലൊരു കമന്റ് ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അവൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി. ആ രാമചന്ദ്രൻ എന്ന് പറയുന്ന മലയാളി അദ്ദേഹത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത് കാഫിർ, അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞത് ഇത്തരത്തിലാണോ? നന്നായെന്ന്. അതിലപ്പുറത്തേക്ക് ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും, ഇന്ത്യയിൽ നിന്ന് കശ്മീരിനെ വേർപെടുത്തും, മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പും, കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും, എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരുടെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി, അവൻ്റെ സഹോദരങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ മാത്രം മതി, ബാക്കിയുള്ള ഹിന്ദുക്കൾ അടക്കമുള്ള മറ്റു മതത്തിൽപ്പെട്ട ആരായാലും അവരെ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് കൊന്നുകളഞ്ഞിട്ട് ഇന്ത്യ പിടിച്ചെടുക്കും, കശ്മീർ പിടിച്ചെടുക്കും എന്നതിലപ്പുറത്തേക്ക് ഇന്ത്യയെ കൂടി പിടിച്ചെടുക്കും, ബാക്കിയുള്ളവരെ കൊല്ലുകളയും എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയാണല്ലോ സൂചന നൽകുന്നത്. അതായത് ഇവൻ പറഞ്ഞു വെക്കുന്നതിൽ കൃത്യമായിട്ട് ഈ പറയുന്ന മതം വെച്ച് മതമായുധമാക്കി വെച്ച് ഇന്ത്യയിൽ കഴിയുന്ന, അല്ലെങ്കിൽ ഇന്ത്യ എന്നല്ല പറയാനുള്ളത്, ഇത് കേരളത്തിലുള്ള ആൾക്കാരെ ലക്ഷ്യമിട്ടാണ് ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കുക, ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടി ഉണ്ടാക്കുക, ഒരു കലാപം ഉണ്ടാക്കുക, അതിനുള്ള എല്ലാ ചേരുവകളും കൃത്യമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവൻ ഈ ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കമന്റിൽ ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനി അവൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കാലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും, സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും, ഞങ്ങളെ ആശയ ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. അതായത് നമ്മൾ മൊത്തത്തിൽ ഇന്ത്യ മൊത്തത്തിൽ നശിപ്പിച്ച് കളയും, എല്ലാ രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഇന്ന് തല ഉയർത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തല താഴ്ത്തിച്ച് മറ്റു രാജ്യങ്ങൾ നമ്മളെ കാർക്കിച്ച് തുപ്പുന്ന അത്രയും വൃത്തികെട്ട അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്ന് പറയുന്ന സമയത്ത് ഇത്രയും കാലം ഇവൻ തങ്ങിയത് നമ്മുടെ ഇന്ത്യയിലാണ്, നമ്മുടെ കേരളത്തിലാണ്, നമുക്കിടയിലാണെന്ന് മനസ്സിലാക്കണം. ഇന്ന് ഇവനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ഇവൻ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല, ഇവൻ ഈ പറയുന്ന വിദേശ ാണ് അല്ലെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിലാണ് എന്ന്, അവിടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെയാണെന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ഒരു ജനതയും നമ്മൾ മതം നോക്കില്ല, രാഷ്ട്രീയം നോക്കില്ല, ഒന്നും നോക്കില്ല, ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അത് നമ്മുടെ നാടിനുള്ളിൽ നിന്നുകൊണ്ട് കളിക്കുന്നവന്മാരാണെങ്കിലും അവന്മാരുടെ നെഞ്ചത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുള്ളവർക്ക് അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവന്മാർക്ക് തിരിച്ചടി കൊടുക്കുന്നതിന് മുൻപ് ഉള്ളിലുള്ള ഇത്രയും വൃത്തികെട്ട ഈ ശത്രുക്കളെ, ഇത്രയും വൃത്തികെട്ട രീതിക്ക് വിഷം തുപ്പുന്ന ഈ ജന്തുക്കളെ വേണം ആദ്യം ഇല്ലാതാക്കാൻ എന്ന് പറയുന്നത്. ഇവനെ ഇനി മേലിൽ കേരളം പോയിട്ട് ഇന്ത്യയിലേക്ക് പോലും കാലുകുത്താൻ ഒരു അവസരം കൊടുക്കാത്ത വിധത്തിൽ വേണം ഇവനുള്ള തിരിച്ചടി കൊടുക്കാനെന്ന് പറയുന്നത്. അതിനുശേഷം വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻകാരന്മാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദികൾക്ക് തിരിച്ചടി കൊടുക്കാനെന്ന് പറയുന്നത്. ഇതുപോലെ മത തീവ്രത മനസ്സിൽ നിറച്ചുകൊണ്ട് മറ്റു മതങ്ങളെല്ലാം അവൻ്റെയൊക്കെ കാൽക്കൽ കീഴിലാണെന്നും മറ്റു മതങ്ങളെല്ലാം ഈ
ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതായി പോകണം, അവൻ്റെ മതം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി മത തീവ്രവാദികളായിട്ട് ചമയുന്ന, അത്രയ്ക്ക് ഭീകരവാദികളായിട്ട് ചമഞ്ഞുകൊണ്ട് ഒരു കൂട്ടം മുസ്ലിം സഹോദരങ്ങളെ പോലും ഇത്തരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും ഇത്തരത്തിലുള്ള പാഠങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുപോകുന്ന ഇവനെ പോലുള്ള തെമ്മാടികളെ വേണം ആദ്യം നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാനെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് മതേതരം വിളമ്പുന്ന കേരളത്തിലാണ് ഇതുപോലൊരു കാര്യം സംഭവിച്ചത്. എന്നിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ വായിൽ എന്തൊക്കെയോ കയറ്റി വെച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെ കുറ്റം പറയാനും അല്ലെങ്കിൽ ബാക്കി രാഷ്ട്രീയ പാർട്ടികളെ നെഞ്ചത്ത് കയറിയിരുന്ന് തുള്ളാനൊക്കെ നന്നായിട്ട് അറിയുന്ന, ചിലയ്ക്കാൻ അറിയുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊന്നും സംസാരിക്കേണ്ട. കാരണം അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പലരെയും ഈ പറയുന്ന എന്തൊക്കെയോ കൊടുത്ത് പ്രലോഭിക്കുന്നു. ഇവിടെ നടക്കുന്നതൊക്കെ തന്നെയാണ്. ഓരോ കമ്മ്യൂണിറ്റികളെ കൃത്യമായിട്ട് വിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ പ്രലോഭിച്ചുകൊണ്ട് അവരടുത്ത് കൂടുതൽ സ്നേഹം കാണിക്കുന്ന വിധത്തിൽ നാടകം കളിച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള തന്ത്രത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികൾ. അല്ലാതെ ഒരു തരത്തിലും എനിക്ക് ചില രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് കേരളത്തിൽ കിടന്ന് ഇത്തരത്തിലുള്ള വീരവാദങ്ങൾ മുഴക്കാൻ മാത്രമേ ഇവർക്ക് കഴിയുള്ളൂ. ഇവരെ 2 ദിവസം കശ്മീരിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവിടുന്ന് പേടിച്ചോടും. പിന്നെ ഒരിക്കലും ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും ഈ രാഷ്ട്രീയ നേതാക്കൾ നിൽക്കില്ല. കാരണം ഇവിടെ നിന്ന് സംസാരിക്കുന്നതല്ല കശ്മീരിൽ അവസ്ഥ എന്ന് പറയുന്നത്. കശ്മീരിൽ പോയി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വേദനിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ ഭീകരവാദമാണ് കേരളത്തിലെ കുറേയധികം ആൾക്കാർ ഇങ്ങനെ നടന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സംസാരിക്കുന്നവർക്കൊന്നും അവരുടെ ചിന്താഗതിയോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളോ അവരെന്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം ഒന്ന് പോലും അറിയത്തില്ല. അവിടെ കഴിഞ്ഞ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ കണ്ട് പരിചിതയായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കുറച്ചു കാലമെങ്കിലും അവരുടെ ജീവിത നിലവാരം ഒരുപാട് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഓരോ രാത്രിയും എന്ന് പോലും ഇത്രയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും പേടിച്ചാണ് ആ പാവങ്ങൾ കഴിയുന്നത്. അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളുടെ കാര്യം തന്നെയാണ് ഈ പറയുന്നതെന്ന് പറയുന്നത്. ആ പേടിക്കുന്നത് ഈ തീവ്രവാദികളെ തന്നെയാണ്. അതായത് മുസ്ലിം തീവ്രവാദികളായിട്ട് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഇവരെ തന്നെയാണ് ആ മുസ്ലിം സഹോദരങ്ങൾ പേടിക്കുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് പാകിസ്ഥാൻകാർക്ക് ഒറ്റുകൊടുക്കുന്ന ഹിന്ദുക്കളും ഉണ്ട്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിൽ മതമൊന്നുമല്ല, ഇത് തീവ്രതയുടെ കാര്യമാണ് നോക്കേണ്ടതെന്ന് പറയുന്നത്. ഏതൊരു മതത്തിലായാലും മത തീവ്രത കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഭീകരവാദികളായി തന്നെ മാറും. ഈ പറയുന്ന ഹിന്ദുക്കളിൽ പോലും ആരെയൊക്കെ കൊല്ലുന്നു, കലാപം കാണിച്ചുകൊണ്ട് കൊല്ലുന്നുള്ള കാര്യം നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് കലാപങ്ങളുണ്ട്. അപ്പം ഇതുപോലുള്ള ആൾക്കാരെ ഇവരെയാണ് ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിപ്പിക്കാനൊന്നും കഴിയത്തില്ല. ഇവരെ വേണം ആദ്യം പാഠം പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞത്. ഇവന് കൊടുക്കേണ്ട മറുപടി എത്രയും വേഗം നമ്മുടെ ഗവൺമെന്റ് തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഏത് സ്ഥലത്ത് ഒളിച്ചിരുന്നു കഴിഞ്ഞാലും ഇവനെ പിടിച്ച് കൊടുക്കേണ്ടത് കൊടുത്ത് ഇനി മേലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവന്റെ വായിൽ നിന്ന് ഉച്ചരിക്കാത്ത തരത്തിലേക്ക് തന്നെ കൊടുക്കണം.